അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിച്ചേക്കും. കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാകും അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് ADGP നേരിട്ട് മേൽനോട്ടം വഹിക്കും. നിതിൻ രാജിന്റെ മരണവും ലോൺ ആപ്പിനെതിരായ കേസും പ്രത്യേക സംഘം അന്വേഷിക്കും. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകാനുണ്ട്. ഗോകുൽ, ഈ കുടുംബം, ഈ നിതിൻ രാജിന്റെ അച്ഛനും അമ്മയും ഈ അന്വേഷണത്തിൽ ഒട്ടും തൃപ്തരല്ല. ഈ ലോൺ ആപ്പ് സംഘത്തിന്റെ മേൽ എല്ലാ കുറ്റങ്ങളും പഴിചാരിക്കൊണ്ട് ഈ അധ്യാപകരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. തങ്ങളെ അന്വേഷണത്തിന്റെ ഒരു വിവരങ്ങളും അറിയിക്കുന്നില്ല എന്ന് കൂടി അവർ പറയുകയാണ്. അപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിന് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കാമല്ലേ? സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് മുൻപോട്ട് വരുന്നത്. 15 ദിവസത്തിനകം തന്നെ പ്രാഥമിക റിപ്പോർട്ടും 1 മാസത്തിനകം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം സമാഹരിക്കുന്ന റിപ്പോർട്ടും നൽകാനാണ് തീരുമാനം. എന്തായാലും ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഉണ്ടായ സംഭവത്തിൽ ലോൺ ആപ്പിനെതിരായിട്ടാണ് ഈ പ്രധാനമായും സംസ്ഥാന പോലീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും സംസ്ഥാന പോലീസ് അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചില വിഷയങ്ങൾ കൂടി ഉണ്ട് എന്ന് കുടുംബം കേന്ദ്രീകരിച്ച് പറയും. അതിനാൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുകയും ചെയ്തത്. കണ്ണൂർ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ ഈ കേസ് അന്വേഷിച്ചു വരികയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ ക്രൈംബ്രാഞ്ച് ADGP-ക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 15 ദിവസത്തിനകം തന്നെ പ്രാഥമിക റിപ്പോർട്ട് ലോൺ ആപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പോലീസും അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ചും എത്തി നിൽക്കുന്ന പ്രാഥമിക ഘട്ടത്തിൽ ഈ ലോൺ ആപ്പിൽ തന്നെയാണ് കേന്ദ്രീകരിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ലോൺ ആപ്പാണ് നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന പോലീസും അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ചിനും എത്താൻ പറ്റിയിട്ടുള്ള പ്രാഥമിക വിവരം. അതിനപ്പുറത്തേക്ക് ചില വിവരങ്ങൾ അല്ലെങ്കിൽ കുടുംബം ആരോപിക്കുന്ന ചില വിവരങ്ങളിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. അത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കൂടി കടക്കുവാൻ തന്നെയാണ് പുതിയ അന്വേഷണ സംഘത്തിന്റെ തീരുമാനമായിട്ടുള്ളത്. എന്തായാലും 15 ദിവസത്തിനകം ഇതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് നിലവിൽ സമർപ്പിക്കുകയും 1 മാസത്തിനകം തന്നെ അതിന്റെ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണമെന്നുള്ളതാണ്. ഈ ക്രൈംബ്രാഞ്ച് ADGP-ക്ക് മുൻപിലാണ് അന്വേഷണ സംഘം ഈ ഏറ്റവും പുതിയ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യപ്പെടേണ്ടതെന്നുള്ളതാണ്. ഇതിലും വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. ഈ അധ്യാപകർക്കെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ, കുടുംബത്തിന്റെ ആരോപണമുണ്ട്, അതുപോലെ തന്നെ ഈ സഹപാഠികളുടെ ആരോപണമുണ്ട്. ആ ആരോപണങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പുതിയൊരു റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്. റാം എന്ന അധ്യാപകർ, അതോടൊപ്പം സംഗീത എന്ന അധ്യാപിക, ഈ ഒരു നിതിൻ രാജിന്റെ മരണത്തിൽ അവർക്ക് കൃത്യമായ പങ്കുണ്ട്. കോളേജ് മാനേജ്മെന്റും എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിന്റെ സംശയം.